നിന്നും കടപ്പയപ്പുറം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് പ്രമീള രാജഗോപാലന് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകെ ഈ ഓടിക്കാരയെ ലഭ്യമാക്കി നേരിൽ കണ്ടുകൊണ്ട് അതിവേദികളിൽ രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുസ്ലിം സമരസാരഥികൾ വരാഷ്ട്രങ്ങളുടെ ഓർമ്മകളിൽ രീതിയുള്ള വാഹനങ്ങളിൽ വിനയത്തെ പ്രവാസിയും സ്നേഹത്തെ പ്രവാസിയും അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്. പ്രമീള രാജഗോപാലിന്റെ സ്ഥാനാർത്ഥി പ്രചരണാർത്ഥമാണ് പുല്ലിശ്ശേരിയിൽ ഈ വാഹനം എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10 വർഷത്തെ ഭരണ നേട്ടത്തിന്റെ മികവ് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ അതിൻ്റെ മാനിഫെസ്റ്റോയിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്ത് അതിൻ്റെ നേട്ടങ്ങളെ പറ്റി സാധാരണക്കാരിൽ പ്രതിപാദിച്ചുകൊണ്ടാണ് LDFന് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. ക്ഷേമ പെൻഷന്റെ കാര്യമായാലും സ്ത്രീ സുരക്ഷ പെൻഷന്റെ ആനുകൂല്യത്തിന്റെ കാര്യമായാലും ഈ പല വികസന കാര്യങ്ങളും ഈ കേരളപ്പിറവി ദിവസം നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തോട് ഉത്ബോധിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് കേരളത്തിൽ അതിദരിദ്ര കേരളം ദരിദ്ര നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വോട്ടഭ്യർത്ഥിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനായാൽ 1600 രൂപ 2000 രൂപയാക്കിക്കൊണ്ട് ഈ വരുന്ന 11-ാം തീയതി LDF സ്ഥാനാർത്ഥികളായ ജില്ലാ പഞ്ചായത്ത് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പ്രമീള സി രാജഗോപാലിന് കാഹളം മുഴക്കുന്ന മനുഷ്യൻ എന്ന അടയാളത്തിലും, അതുപോലെ തന്നെ നമ്മുടെ ഈ 2-3 വാർഡുകളിൽ മത്സരിക്കുന്ന ചെയ്തുട്ടി 2-ാം വാർഡ് ശ്രാമ്പിക്കൽ വാർഡിലും 4-ാം വാർഡിൽ ഉമാദേവി ടീച്ചർ, 3-ാം വാർഡിൽ മത്സരിക്കുന്ന ഹസീനക്കും നമ്മുടെ 1-ാം വാർഡിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വി മുഹമ്മദിന് ടെലഫോൺ അടയാളത്തിലും വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നാം ഏവർക്കും പരിചയസമ്പന്നനായ LC മെമ്പർ സഖാവ് അച്യുതൻകുട്ടിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഉൾപ്പെടെയുള്ള പെൻഷൻ അതുവരെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും മാത്രമായി ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ മണ്ണിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് അന്ന് 45 രൂപയായിരുന്നു പെൻഷൻ. ആ 45 രൂപ പെൻഷൻ കൊടുത്തപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന കരുണാകരൻ പറഞ്ഞത് ഇത് ഉൽപാദനപരമല്ല, കണ്ണി കണ്ട ആളുകൾക്ക്
സർക്കാരിലെ പൈസ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് നയനാർ ഗവൺമെന്റിനെതിരെ വിമർശനം ഉന്നയിച്ചതാണ് പ്രതിപക്ഷ നേതാവ് കരുണാകരൻ. എന്നാൽ ആ പെൻഷൻ പദ്ധതി തുടരുകയും കാലങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ അധികാരത്തിൽ വരുമ്പോൾ ആ പെൻഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് 500 രൂപയാക്കി. എന്നാൽ 2011 മുതൽ 2016 വരെ ഭരിച്ച UDFന്റെ ഗവൺമെന്റ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അതുവരെ കേരളം ആർജിച്ച മുഴുവൻ നേട്ടങ്ങളും ഇല്ലായ്മ ചെയ്യുകയും ഈ പെൻഷൻ പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കാൻ കഴിയാതെ തമ്മിൽ തന്നെ ഒരു സരിത കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. നമുക്കെല്ലാവർക്കും അറിയാം അന്നത്തെ സോളാർ കേസ്, സരിത കേസ്. കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ നിന്ന് തിരിച്ചുകൊണ്ട് പോകുന്ന നികുതി ഉൾപ്പെടെ GST വിഹിതം ഉൾപ്പെടെ കേരളത്തിന് അനുവദിക്കുന്നില്ല. നമുക്കറിയാലോ, എല്ലാ മേഖലയിലും ഇപ്പോൾ കേന്ദ്രം തരുന്നില്ല, ഫണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വികസന പ്രവർത്തനവും നടത്താതിരിക്കുകയാണ് BJP ഗവൺമെന്റിന് ആവശ്യം. കാരണം ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടി ഈ ഗവൺമെന്റിന് അധികാരത്തിൽ നിന്ന് ഇറക്കണം. അതാണ് UDFന്റെയും BJPയുടെയും മനസ്സിലിരിപ്പ്. എന്നാൽ കേരളം സ്വന്തമായി വരുമാനം കണ്ടെത്തിക്കൊണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആരോഗ്യ മേഖലയിൽ കേന്ദ്ര ഫണ്ട് നമുക്ക് തരുന്നില്ല. കാരണം കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ്. കേരളത്തിന് ആരോഗ്യ മേഖലയിലെ ഫണ്ട് ആവശ്യമില്ല. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരുന്നില്ല. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ കേരളം മുന്നോട്ടാണ്. അതുപോലെ GST വിഹിതം കേരള ഗവൺമെന്റിന് തരുന്നില്ല. കേരള ഗവൺമെന്റിന് എല്ലാ മേഖലയിലും കൂടി അനുവദിച്ച് കിട്ടേണ്ടത് ഏകദേശം 85,000 കോടി രൂപയാണ്. ആ 85,000 കോടി രൂപ നമുക്ക് കിട്ടുകയാണെങ്കിൽ കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന പെൻഷൻ 10,000 രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയും. അതേപോലെ തന്നെ സാർവത്രികമായ റേഷൻ സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയും. പൂർണ്ണമായും റേഷൻ സൗജന്യമായി നടപ്പിലാക്കാൻ കഴിയും. എന്നാൽ ഇതൊന്നും നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ഫണ്ട് തരുന്നില്ല. ഇപ്പൊ 2018 ഇവിടെ ലോകം കണ്ട ഏറ്റവും വലിയ പ്രളയം വന്നു. ആ പ്രളയത്തിൽ 10 പൈസ തന്നില്ല. കേരളം സുപ്രീം കോടതിയിൽ പോയി നമ്മൾ നല്ലൊരു പദ്ധതി അവതരിപ്പിച്ചു. കേരളം വയനാടിനെ ഒരു ടൗൺഷിപ്പ് മാതൃകയിലുള്ള ഒരു പദ്ധതി അവതരിപ്പിച്ചു. അവസാനം സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് ഏകദേശം ഒരു 250 കോടി രൂപ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. അത് എങ്ങനെ അനുവദിച്ചത്? ഉപാധികളോട് പ്രസ്താവന നടത്തി. കേരളം മുന്നോട്ട് പോവുകയാണ്. കേരളം സാമ്പത്തികമായും നമുക്ക് മുന്നേറണം, സാമൂഹ്യമായും നമുക്ക് മുന്നേറണം. അതിനൊട്ടേറെ പദ്ധതികൾ നവംബർ 1 പ്രഖ്യാപിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് റബ്ബർ കർഷകർക്ക് 200 രൂപ തറവില നിശ്ചയിച്ചുകൊണ്ട് 1 കിലോ റബ്ബറിന് 200 രൂപ തറവില നിശ്ചയിച്ചു. അതേപോലെ തന്നെ കുടുംബിനികൾക്ക്, നമ്മുടെ വീട്ടമ്മമാർക്ക് 1000 രൂപ പെൻഷൻ. മറ്റ് പെൻഷനുകളില്ലാത്ത 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഒരു മാസം 1000 രൂപ പെൻഷൻ. കുടുംബശ്രീ ADSകൾക്ക് 1000 രൂപ കുടുംബശ്രീ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി. ആശമാർക്ക് 1000 രൂപ. അതുപോലെ തന്നെ അംഗനവാടി ഹെൽപ്പർമാർക്ക്, വർക്കർമാർക്ക് 1000 രൂപ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി. ഈ പദ്ധതികളൊക്കെ തുടർന്ന് മുന്നോട്ട് വരണമെങ്കിൽ പഞ്ചായത്തും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുമാണ്. നമുക്കറിയാം 95-ന് ശേഷമുള്ള പുല്ലിശ്ശേരി, അതിനു മുമ്പുണ്ടായിരുന്ന പുല്ലിശ്ശേരി നമുക്കറിയാം. ത്രിതല പഞ്ചായത്തിൽ കൂടെ ഗ്രാമീണ മേഖലയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ, വീട്, കക്കൂസ്, റോഡ്, വെളിച്ചം ഉൾപ്പെടെയുള്ള, കുടിവെള്ളം ഉൾപ്പെടെയുള്ള ഒട്ടേറെ പദ്ധതികൾ ഈ ഗ്രാമസഭയിൽ കൂടെ തിരഞ്ഞെടുത്തുകൊണ്ട് 95 മുതൽ 2025 വരെയുള്ള പദ്ധതികളിൽ ഒട്ടേറെ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് പുല്ലിശ്ശേരി. പുല്ലിശ്ശേരിയിൽ എന്നും UDFന്റെ മെമ്പർമാരാണ്. പക്ഷേ ഈ വികസനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന, ഞാനൊരൊറ്റ ഉദാഹരണം പറഞ്ഞിട്ട് നിർത്താം. കഴിഞ്ഞ 10 വർഷമായി കാരാവൃഷി പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ എണ്ണി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. വിവിധ വാർഡുകളിൽ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ പദ്ധതികളൊക്കെ സുഗമമായി നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് കൃത്യമായി വെള്ളം ലഭിക്കുന്നുണ്ട്. പക്ഷേ
നമ്മുടെ ഇവിടെ ഒരു വാർഡുണ്ട്, UDF ഭരിക്കുന്ന വാർഡാണ്. ഞങ്ങൾ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി ആ വാർഡിൽ പോയി. 13ാം വാർഡാണ്. നമുക്ക് വാർഡ് പറയുന്നതിന് ഒരു പ്രയാസമില്ല. ആ 13ാം വാർഡിലെ ഒരു ഉന്നതി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉന്നതിയിൽ 8 ലക്ഷം രൂപ ഒരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് നീക്കി വെച്ചിട്ടുണ്ട്. 4 വർഷമായി ഒരു കാല് മാത്രം, 4 കാലുണ്ട്. കുടിവെള്ള പദ്ധതി അവർ ഉന്നതിയിലിട്ട് എന്താ പഞ്ചായത്ത് ഫണ്ട് കൊടുക്കാനായിട്ടാണോ? പാവപ്പെട്ട ആളുകളുടെ വികസനത്തിൽ ആ മെമ്പർക്ക് താല്പര്യമില്ല. ആ മെമ്പർക്ക് വേറെ കുറേ താല്പര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഈ പഞ്ചായത്ത് ഇനിയും ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ഭരിക്കണം. അതിനുവേണ്ടി 1ാം വാർഡിലെ സ്ഥാനാർത്ഥി സഖാവ് മുഹമ്മദിന് ചുറ്റിക്കരിവാൾ നക്ഷത്രം അടയാളത്തിലും, 2ാം വാർഡ് സ്ഥാനാർത്ഥി സഖാവ് സേതലിക്ക് ചുറ്റിക്കരിവാൾ നക്ഷത്രം അടയാളത്തിലും, 3ാം വാർഡ് സ്ഥാനാർത്ഥി സഖാവ് ഹസീന റസീഖിന് ചുറ്റിക്കരിവാൾ നക്ഷത്രം അടയാളത്തിലും, 4ാം വാർഡ് സ്ഥാനാർത്ഥി 1ാം വാർഡ് സ്ഥാനാർത്ഥി സഖാവ് മുഹമ്മദിന് മൊബൈൽ ചിഹ്നത്തിലാണ്. 4ാം വാർഡ് സ്ഥാനാർത്ഥി സഖാവ് ഉമർ ടീച്ചർക്ക് ചുറ്റിക്കരിവാൾ നക്ഷത്രം മലയാളത്തിലും, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി സഖാവ് സൽമ ടീച്ചർക്ക് കാഹളം ഊതുന്ന മനുഷ്യൻ എന്ന ചിഹ്നത്തിലും, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പ്രമീള സി രാജഗോപാലിന് കാഹളം ഊതുന്ന മനുഷ്യൻ ചിഹ്നത്തിലും അടയാളപ്പെടുത്തിക്കൊണ്ട് ത്രിതല പഞ്ചായത്തുകളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഈ പ്രദേശത്തിൻ്റെ വികസനത്തിൽ അവരെ പങ്കാളികളാക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അധ്യക്ഷൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് കടമ്പഴിപ്പുറം ഡിവിഷനിൽ നിന്നും ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ചിറക്കൽപ്പടി മുതൽ അമ്പലപ്പാറ വരെ നീണ്ടുകിടക്കുന്ന 5 പഞ്ചായത്തുകളിലായി 48 വാർഡുകളാണ് നമുക്കുള്ളത്. എല്ലാവരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് സാധ്യമാവില്ല എന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങളെല്ലാവരും വന്ന് കാണുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അതുപോലെ LDF പ്രവർത്തകർ നമ്മുടെ വീടുകളിൽ വന്ന് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ഞാൻ വരുന്നതിന് തുല്യമായി കണക്കാക്കി എൻ്റെ ചിഹ്നമായ കാഹളം മുഴക്കുന്ന മനുഷ്യൻ എന്ന അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും, വാർഡിലേക്ക് മത്സരിക്കുന്ന 3 LDF സ്ഥാനാർത്ഥികളെയും അവരുടെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും, ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സൽമ ടീച്ചറെ കാഹളം മുഴക്കുന്ന മനുഷ്യൻ എന്ന അടയാളത്തിലും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. നന്ദി. ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സൽമ ടീച്ചറെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാന്യരായ നേതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കുറച്ച് ദിവസങ്ങളായിപ്പോൾ എല്ലാ ദിവസവും ഞാനിവിടെ ഉണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങളുടെ കൂടെ നിങ്ങളിൽ ഒരാളായിക്കൊണ്ട് ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. അപ്പോൾ വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണല്ലോ നിൽക്കുന്നത്. ആദ്യമായി 1ാം വാർഡിലേക്ക് മത്സരിക്കുന്ന ശ്രീ മുഹമ്മദിനെ മൊബൈൽ എന്ന ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാരാകുർശി ഗ്രാമപഞ്ചായത്തിലെ സ്രാമ്പിക്കൽ 2ാം വാർഡിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഒട്ടനവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് മുൻപിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ അത് പരിഹരിച്ച് പോവേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ നാട്ടിലെ ഒട്ടനവധി സാധാരണക്കാരായ മനുഷ്യരെ നമുക്ക് സഹായിക്കേണ്ടതുണ്ട്. അവരിലേക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിക്കേണ്ടതുണ്ട്.
തീർച്ചയായും ഈ നാട്ടിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അതിവേഗം സാധ്യമാക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനെ അതിവേഗം മുമ്പിലേക്ക് നയിക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കാരാകുർശി പഞ്ചായത്തിലെ ഭരണസമിതി തുടരേണ്ടതുണ്ട്. തീർച്ചയായും നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ നിന്നും മത്സരിക്കുന്ന ശ്രീ പ്രമീള സി രാജഗോപാലിന് കാഹളമോതുന്ന മനുഷ്യൻ എന്ന ചിഹ്നത്തിലും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സൽമ ടീച്ചർക്ക് കാഹളമോതുന്ന മനുഷ്യൻ എന്ന ചിഹ്നത്തിലും വാർഡിലേക്ക് മത്സരിക്കുന്ന 1-ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന സഖാവ് മുഹമ്മദിന് മൊബൈൽ അടയാളത്തിലും 2-ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന എനിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലും 3-ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന ഹസീന റഫീഖിന് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.